ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അജ്മാനിൽ വിൽക്കാനിട്ടിരിക്കുന്ന ഒരു വില്ലയിലെ കാഴ്ചകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുന്നേയും ഇവിടെ കുറച്ച് അപ്പാർട്ട്മെൻറ്റുകളും വില്ലകളും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ബഡ്ജറ്റഡ് ആയിട്ടുള്ള റേറ്റിലുള്ള ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റിയൽ എസ്റ്റേറ്റിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് കിട്ടുന്നതനുസരിച്ചിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇന്നിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് മതിലിന് പുറത്തായിട്ട് ഒത്തിരി അധികം സ്പേസ് വരുന്ന ഒരു വില്ലയാണ്. ഇങ്ങനെയുള്ള വില്ലകൾക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം വില്ലകളിലൊക്കെ കാണാറുണ്ട് മതിലിന് പുറത്തായിട്ടൊക്കെ അത്യാവശ്യം നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള വീടുകളൊക്കെ. അങ്ങനെയൊക്കെയുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ളവർക്ക് പറ്റിയ ഒരു വില്ലയാണ്. ഇതൊരു കോർണർ പ്ലോട്ടാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഫുൾ ഏരിയ നമുക്ക് പാർക്കിങ്ങിന് യൂസ് ചെയ്യേണ്ടി വരത്തില്ല. ഈ വില്ലയുടെ ഒരു സൈഡിൽ ടാറിട്ട റോഡും മറ്റേ സൈഡിൽ ഇങ്ങനെ മെറ്റലിട്ട റോഡുമാണ് വരുന്നത്. അത് വളരെ കുറച്ച് ദൂരം തന്നെയുള്ളൂ. ഇതിപ്പോൾ നേരെ ചെന്ന് മുട്ടുന്നത് ഷാർജ റഹ്മാനിയ റോഡിലേക്കാണ്. അവിടെ നിന്ന് E611 ഒക്കെ പോകുന്നവർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു വില്ലയാണ്. ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡ് ഷാർജയും ഇപ്പുറത്തെ സൈഡിൽ അജ്മാനുമാണ് വരുന്നത്. ഇതൊരു ഗ്രൗണ്ട് പ്ലസ് 2 ഫ്ലോർ വരുന്ന വില്ലയാണ്. ടോട്ടൽ 6 റൂമുകളാണുള്ളത്. ഒരു റൂം ഗ്രൗണ്ട് ഫ്ലോറിലും 4 റൂമുകൾ മിഡിൽ ഫ്ലോറിലും ഏറ്റവും ടോപ്പിലായിട്ട് ഒരു റൂമാണ് വരുന്നത്. പിന്നെ ഈ വില്ലകളുടെ താഴ്ഭാഗം നോർമലി എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ ഒരു മജ്ലിസും പിന്നെ ഒരു ഹോളും മെയിൻ ഹോളും വരുന്നുണ്ട്. ഇപ്പോൾ ആദ്യം നമുക്ക് മജ്ലിസ് ഒന്ന് കാണാം. മജ്ലിസിൽ നിന്ന് നേരെ പോകുമ്പോഴത്തേക്ക് ഒരു വാഷ് ഏരിയ ആണ് വരുന്നത്. വാഷ് ഏരിയയുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മെയിൻ ഹോളിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. റൈറ്റ് സൈഡിലായിട്ട് വാഷ്റൂമും വരുന്നുണ്ട്. പിന്നെ നമ്മൾ മിക്കവാറും ഉള്ള വില്ലകളിലൊന്നും നമുക്ക് AC അങ്ങനെ കാണാറില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ നോക്കുമ്പോൾ ഇവിടെ AC ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഹോള് വരുന്നത്. പിന്നെ ഈ ഹോളിനോട് ചേർന്നിട്ട് നമ്മുടെ മുകളിലേക്കുള്ള സ്റ്റെപ്പിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു വാഷ്റൂം കൂടി വരുന്നുണ്ട്. പിന്നെ അതിനോട് ചേർന്നിട്ട് തന്നെയാണ് അടുത്ത റൂം വരുന്നത്. റൂമിനോട് ചേർന്നിട്ട് തന്നെ ഒരു വാക്കിൻ വാർഡ്രോബ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാഷ്റൂമും ഉണ്ട്. പിന്നെ ഈ വാർഡ്രോബിൻ്റെ ഏരിയയിലോട്ട് കടക്കുന്നിടത്ത് ഒരു ചെറിയൊരു സ്ക്വയർ ഏരിയ കൂടെ വരുന്നുണ്ട്. വാർഡ്രോബുകളൊന്നുമില്ല. അവിടെയും വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ വാർഡ്രോബൊക്കെ സെറ്റ് ചെയ്യാവുന്നുള്ളൂ. ഇതാണ് വാഷ്റൂം വരുന്നത്. ഇനി കിച്ചണിലോട്ട് പോകുമ്പം കിച്ചണിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസാണ്. സ്പേഷ്യസ് മാത്രമല്ല, ഒത്തിരി അധികം കബേർഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഈ ഒരു 3 ഭാഗത്തും അത്യാവശ്യം കബേർഡുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജിനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു 2 ഡോർ കബേർഡായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മെയ്ഡ് റൂം കാര്യങ്ങളൊക്കെ പുറത്താണ് വരുന്നത്. അത് നമുക്ക് പിന്നീട് ഒന്നുകൂടി നോക്കാം. ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോഴത്തേക്കും ഇവിടെ 4 റൂമുകളാണ് വന്നിരിക്കുന്നത്. വന്ന് കയറുന്ന ഭാഗത്ത് ചെറിയൊരു പാൻട്രി പോലെ ഉണ്ട്. ഇവിടെ ഇപ്പം ആദ്യത്തെ റൂമിലേക്ക് പോകുമ്പം ഇത് ശരിക്കും ആ ഒരു കോർണർ ഭാഗത്തായിട്ട് വരുന്ന റൂമാണ്. 2 റോഡിൻ്റെ വ്യൂ ആണ് ഇവിടെ വരുന്നത്. ഇത് പിന്നെ വാഷ്റൂം. റൂമുകളൊക്കെ ഏകദേശം എല്ലാം ഒരുപോലെ തന്നെയാണ്. ആ ഒരു ആർച്ച് ഷേപ്പിലുള്ള ആ ഒരു ഡോറും പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് വാക്കിൻ വാർഡ്രോബിൻ്റെ ഏരിയയും പിന്നെ വാഷ്റൂം, അങ്ങനെ തന്നെയാണ് എല്ലാ റൂമും വരുന്നത്. ഇതാണ് രണ്ടാമത്തെ റൂം വരുന്നത്. ഇതിൽ പിന്നെ അകത്തേക്ക് ഇങ്ങനെ ഒരു സ്ക്വയർ ആയിട്ട് ഒരു പ്രൊജക്ഷൻ വരുന്നത് കാരണം വിൻഡോസിൻ്റെ എണ്ണം കൂടുതലുണ്ട്. 4 വിൻഡോ ആണ് ഈ ഒരു റൂമിൽ വരുന്നത്. വാഷ്റൂം സെയിം നമ്മൾ മുന്നേ കണ്ടതുപോലെ തന്നെയാണുള്ളത്. ഇനി മൂന്നാമത്തെ റൂം വരുമ്പോഴത്തേക്കും അതും സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ഞാനൊന്ന് കാണിക്കുന്നു എന്നുള്ളൂ. അപ്പോൾ നാലാമത്തെ റൂം നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു ടാറിട്ട റോഡിൻ്റെ ആ ഭാഗത്തുള്ള ഒരു വ്യൂ ആണ് വരുന്നത്. ആ ഒരു ലൈനിലുള്ളതെല്ലാം ഓൾമോസ്റ്റ് എല്ലാവരും ഓൾറെഡി താമസമൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആണത്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഫ്ലോറിലേക്ക് ചെല്ലുമ്പം അത് നമുക്കൊന്ന് ടെറസിലേക്ക് പോകാനുള്ള ഒരു ഡോറുണ്ട്. പിന്നെ അവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ബെഡ്റൂം സെയിം തന്നെയാണ് ഓൾമോസ്റ്റ്. ഇത് പിന്നെ ഏറ്റവും മുകളിലുള്ള റൂമായത് കാരണം ഗസ്റ്റ് റൂമായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു റൂമാണ്. ശരിക്കും ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു പാർക്കിങ്ങിൻ്റെ വിഡ്ത്ത് നന്നായിട്ട് മനസ്സിലാകുന്നത്. ഇതുപോലെ 2 ഭാഗത്തും വരുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല ഏരിയ വരുന്നുണ്ട്. പിന്നെ ഈ കോർണർ ബിൽഡിംഗ് ആണെങ്കിലും 2 സൈഡിലായിട്ടും ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ബിൽഡിംഗ് വരുന്നത് ഗ്രൗണ്ട് പ്ലസ് 2 ഫ്ലോർ ആണ്. 6 ബെഡ്റൂമാണ് വരുന്നത്. ഈ ഒരു വില്ലയ്ക്ക് ചോദിക്കുന്ന പ്രൈസ് 1.95 മില്യൺ ആണ്. അപ്പോൾ നമ്മൾ മെയ്ഡ് റൂം കണ്ടിട്ടുണ്ടായിരുന്നില്ല. കിച്ചണിൻ്റെ ഡോർ ലോക്ക് ചെയ്തേക്കാണ്. അപ്പോൾ നമുക്ക് മുറ്റമൊക്കെ ഒന്ന് കണ്ടിട്ട് അവിടെ പോയിട്ട് ആ ഒരു മെയ്ഡ് റൂം കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. വാഷിംഗ് ഏരിയ ഒക്കെ ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മുറ്റത്തെ ടൈൽസ് ആണ് ഇട്ടിരിക്കുന്നത്, ഇൻ്റർലോക്ക് അല്ല. ഇപ്പം ഈ ഭാഗത്ത് നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് മെയ്ഡ് റൂം വരുന്നത്. ഇതാണ് മെയ്ഡ് റൂം വരുന്നത്. മെയ്ഡ് റൂം പിന്നെ ഒട്ടുമിക്ക വില്ലകളിലും ഈ ഒരു സൈസ് തന്നെ ഉണ്ടാവാറുള്ളൂ. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തു കൂടിയും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വില്ല ആർക്കെങ്കിലും കാണണമെങ്കിലോ അല്ലെങ്കിൽ ബാർഗെയിൻ ചെയ്യണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റിൻ്റെ നമ്പർ നമ്മളിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പേഴ്സണലി ഇവിടുത്തെ ഏറ്റവും ഇഷ്ടമായത് ഇവിടുത്തെ ഈ ഒരു പാർക്കിംഗ് ഏരിയ ആണ്. ഒത്തിരി സ്പേസ് ഉണ്ട്. നമുക്കിപ്പം ഒരു 10 കാർ ഉണ്ടെങ്കിൽ 10 പാർക്ക് ചെയ്യാം, അത്രയ്ക്ക് സ്ഥലമുണ്ട്. പിന്നെ ബാക്കി നമുക്ക് ഗാർഡനിങ് ചെയ്യും. ഞങ്ങളെ പോലുള്ളവരാണെങ്കിൽ ഗാർഡൻ ചെയ്ത് ഇറങ്ങാൻ. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ.